എവിടെ പോവാ? ഏ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? ആണോ? ബർത്ത്ഡേക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടിയായിരുന്നോ? ഇല്ലേ? എന്നാ നമുക്കൊരു സ്ഥലം വരെ പോയാലോ? ഒരു സ്ഥലം വരെ പോവാ, ബർത്ത്ഡേ ഒക്കെ അല്ലേ. അങ്ങനെ ബർത്ത്ഡേ ഗേളിനെയും കൂട്ടി വണ്ടി എടുത്ത് നമ്മൾ ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി പോവാ കേട്ടോ. ഏകദേശം ഒരു 2 മാസം മുന്നേ തന്നെ ഈ ഒരു ദിവസത്തിന് വേണ്ടി ആൾ കാത്തിരിക്കുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, അപ്പായും അമ്മായും എനിക്ക് എന്ത് ഗിഫ്റ്റാണ് വാങ്ങിച്ചായിരുന്നു ഈ ബർത്ത്ഡേക്ക്. സൈക്കിളാണ് ലക്ഷ്യമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ഞാൻ നേരെ കളമശ്ശേരി ഡെക്കാത്തലോണിലേക്കാണ് പോയത്. പക്ഷേ ആദ്യം പുള്ളി പോയി എടുത്തത് ഇതേ ഹുലാഹുപ്പെന്നോ മറ്റോ പേരുള്ള ഈ ഒരു സാധനമാണ്. ഇതെടുത്തിട്ട് പറഞ്ഞു എനിക്കിത് മതിയെന്ന്. അതിനുശേഷം നേരെ പ്ലേറ്റ് തിരിച്ചു. ഹുലാഹുപ്പ് ഇച്ചാടെയും അമ്മയുടെയും വക ഗിഫ്റ്റ്, അതായത് എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും വക ഗിഫ്റ്റാണ്. അപ്പാടെയും അമ്മാടെയും വക എനിക്കൊരു സൈക്കിൾ വേണമെന്ന് പറഞ്ഞു. ശരി ആയിക്കോട്ടെ, ഇഷ്ടമുള്ള സൈക്കിൾ എടുത്തോളാൻ പറഞ്ഞു. നമുക്കറിയാമായിരുന്നു നേരത്തെ തന്നെ ആളുടെ ലക്ഷ്യം സൈക്കിളാണെന്ന്. അപ്പോൾ അവിടെ കണ്ട ഒരു സൈക്കിളൊക്കെ എടുത്ത് സൈസൊക്കെ നോക്കി ആൾ ഓടിച്ച് നോക്കി. അവസാനം യെല്ലോയും റെഡും കളർ കോമ്പിനേഷൻ വരുന്ന ഈ ഒരു സൈക്കിൾ ഇഷ്ടപ്പെട്ടു. ഇത് മതിയെന്ന് പറഞ്ഞു. ഇതിൽ മഡ് ഗാർഡും അതുപോലെ തന്നെ നമ്മുടെ സൈഡ് സ്റ്റാൻഡും ബെല്ലും ഒക്കെ പിടിപ്പിക്കാനുണ്ട്. നേരെ നമ്മൾ ബില്ലിംഗ് സെക്ഷനിൽ പോയി. ഏകദേശം 1 മണിക്കൂർ എടുത്തു അതിൻ്റെ ഫിറ്റിങ്സൊക്കെ റെഡിയായി കിട്ടാൻ. അതിനുശേഷം നേരെ വീട്ടിൽ പോയി നമ്മൾ അപ്പനും അമ്മയും കൂട്ടി ഒരു കേക്കൊക്കെ വാങ്ങിച്ചിട്ട് വെണ്ണലയിലുള്ള ഹംസാസ് നാടൻ ഗ്രില്ലെന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലേക്ക് പോയി. അവിടെ എത്തിയപ്പോൾ ഏകദേശം ഒരു 2 മണിയായിരുന്നു സമയം. നല്ല അടിപൊളി ആംബിയൻസിലുള്ള ഒരു റെസ്റ്റോറൻ്റാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളൊരു 10-20 മിനിറ്റ് നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. നല്ല തിരക്കായിരുന്നു. ആട്ടുംകാൽ സൂപ്പും പിന്നെ കുറേ നാടൻ ഗ്രിൽ പ്ലേറ്ററുകളും ഒക്കെയാണ് അവിടുത്തെ മെയിൻ ഡിഷസ് കേട്ടോ. നല്ല കിടിലൻ ആംബിയൻസിലാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് ഇരിക്കുന്നത്. നമുക്കിതുപോലെയുള്ള ബർത്ത്ഡേയും ആനിവേഴ്സറിയൊക്കെ കേക്കൊക്കെ കട്ട് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്യാനായിട്ടും ഫോട്ടോസൊക്കെ എടുക്കാനും ഒക്കെ ഒരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ. ഏകദേശം ഒരു 10-20 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊരു സീറ്റ് കിട്ടി. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊന്ന് കേക്ക് കട്ട് ചെയ്തിട്ട് ഫുഡ് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. കേക്ക് കട്ട് ചെയ്തതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് നമ്മളൊരു ചേട്ടൻ്റെ കയ്യിൽ കൊടുത്തായിരുന്നു. പക്ഷേ ആൾ ഫോട്ടോസാണെന്ന് വിചാരിച്ചിട്ട് കംപ്ലീറ്റ് ഫോട്ടോസാണ് എടുത്തത്. അങ്ങനെ കേക്ക് കട്ട് ചെയ്യുന്ന കുറേ നല്ല ഫോട്ടോസൊക്കെ അവിടുത്തെ ആ ഒരു ചേട്ടൻ എടുത്തു തന്നു. അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് മോള് എല്ലാവർക്കും കേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ കേക്ക് കട്ടിങ്ങിലും സെലിബ്രേഷനിലൊക്കെ ഞങ്ങൾ മിസ് ചെയ്യുന്ന ഒരാളുണ്ട് കേട്ടോ. മോളുടെ അമ്മയാണ്. അവളിപ്പോൾ റിയാദിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് അവൾക്ക് ഈ ഒരു സെലിബ്രേഷനിൽ പങ്കെടുക്കാനായിട്ട് പറ്റിയില്ല. അതിനുശേഷം നമ്മൾ സ്റ്റാർട്ടറായിട്ട് ഫ്രഞ്ച് ഫ്രൈസ് വേണമെന്ന് പറഞ്ഞപ്പോൾ അത് ഓർഡർ ചെയ്ത് കൊടുത്തു. അതൊക്കെ കഴിച്ച് ഫുഡിനായിട്ടുള്ള വെയിറ്റിംഗ് ആയിരുന്നു. നമ്മൾ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നാടൻ ഗ്രിൽ അവരുടെ വെറൈറ്റി ആയിട്ടുള്ള പ്ലേറ്റേഴ്സൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിരുന്നു. പിന്നെ നമ്മൾ ബിരിയാണിയും അതുപോലെ തന്നെ ഒരു പ്രോൺസിൻ്റെ പൊള്ളിച്ചതും ഒക്കെ വാങ്ങിച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ.